പക്ഷേ എയർലൈൻ സമ്മതിച്ചില്ല. അവിടെയായിരിക്കും പ്രശ്നം വന്നത്. അവിടെയാണ് പ്രശ്നം. അവർ പറഞ്ഞു മരണം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീഫണ്ട് തരുമെന്ന്. സാധാരണ അവരുടെ പോളിസി അതാണല്ലോ. അതെ. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ പുള്ളി വീണ്ടും ChatGPTയുടെ അടുത്ത് പോയില്ലേ? അതെ. എയർലൈന്റെ മറുപടി നേരെ ChatGPTക്ക് കൊടുത്തു. എന്നിട്ട് അപ്പോൾ രണ്ടാമതൊരു കത്ത് റെഡിയാക്കി. ഇത്തവണത്തെ വാദങ്ങൾ കുറച്ചുകൂടി ഷാർപ്പായിരുന്നു. എന്തു പറഞ്ഞു? ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കാണാത്തതിലെ ഒരു പക്ഷപാതമല്ലേ, അതിനെ AI ചോദ്യം ചെയ്തു. ശരിയാണ്. തന്റെ ഈ അവസ്ഥയിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് സേഫ് അല്ലാത്തത് എങ്ങനെയാണെന്നും അതിൽ വിശദീകരിച്ചു. അതായത് വെറുതെ ഒരു മറുപടി എഴുതുകയല്ല. അല്ല. അവരുടെ പോളിസിയിലെ ചിലപ്പോൾ അവ്യക്തമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ചോദ്യം അതൊക്കെ ഉന്നയിക്കാൻ AIക്ക് പറ്റുന്നുണ്ട്. ശരിക്കും ആ ഭാഷ വെച്ച് കളിക്കാനും ഏറ്റവും നല്ല വാദങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് അതാണിവിടെ കണ്ടത്. അതിന്റെ റിസൾട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തി. രണ്ടാമത്തെ കത്തയച്ച് 1 മണിക്കൂറിനുള്ളിൽ എയർലൈൻ വിളിച്ചു. തീരുമാനം മാറ്റി ഫുൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. കൊള്ളാം, 1 മണിക്കൂറിനുള്ളിൽ. അതെ.